ഞങ്ങൾ രണ്ടാമത്തെ എപ്പിസോഡിൽ നിന്ന് കുറേ എപ്പിസോഡായി അല്ലേ നമ്മളിത് ഒത്തിരി എപ്പിസോഡ് കഴിഞ്ഞതല്ലേ. ഇത് പുതുമ്പയുള്ള ബിസിനസ് ടിപ്സ് തരാനുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ സംസാരിക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണത്. എങ്ങനെയാണ് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മനസ്സിലേക്ക് ഒരു ബിസിനസ് ഇത് വന്നത് എങ്ങനെയാണ് നല്ലത്. അതിനു മുമ്പേ നമുക്ക് മേമിനോട് ചോദിച്ചു നോക്കാം, നീ ഏതെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ ഇപ്പം റീസെൻ്റ്ലി ഏതാണ്ട് ഓർഗനൈസ് ചെയ്തിട്ട്? ഓക്കെ, അതിന് എത്ര പൈസ ഉണ്ടാക്കി? 2000 per person. ഓക്കെ, പെർ പേഴ്സൺ For 5 people. ഓക്കെ, അപ്പോൾ 2000 ദിവസം അതെങ്ങനെ ഉണ്ടാക്കി നീ അത്? So first we had a good venue and we negotiated and made the deal. Then from that deal we added a few. കുറച്ച് മലയാളത്തിലും കൂടെ പറയേ. ആ ഡീലിന് നമ്മൾ കുറച്ചും കൂടെ വില കൊടുത്തിട്ടാണ് നമ്മൾ ഓഫേഴ്സ് കൊടുത്തത് സ്റ്റുഡൻസിന്. സോ സ്റ്റുഡൻസ് accepted those offers and we had promotion offers like early bird and couple discounts. And then avidunna pay chedu, we paid the venue and we paid for DJ and we had some other expenses like decorations and everything. Pinna photo booth and everything is there. Then we collected money for the photo booth from the students to make a more profit, and then we added all that and split it evenly. Okay, so adu etra vayasilanadu? 17 years she made the business herself അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പക്ഷേ അതിൻ്റെ തീപ്പൊരി എവിടെയെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ അത് കിട്ടിയിരുന്നു. അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് ജെനി ഫ്ലവേഴ്സിന് കിട്ടിയിരുന്നു. ഓക്കെ, ഞാൻ വീണ്ടും ഈ ഓർഗനൈസിംഗ് ആണ് ഞാൻ പറഞ്ഞത്. അവൾ ചെയ്തിരുന്ന പല സ്ഥലത്തു നിന്നും പ്രൈസ് കളക്ട് ചെയ്തു, പ്രോഫിറ്റ് ഇട്ട് കുട്ടികൾക്ക് കൊടുത്തു. ഇത് തന്നെയാണ് കുടുംബങ്ങളിലും നമ്മൾ ചെയ്യണത്. ഓക്കെ, പല സ്ഥലത്തു നിന്നും നമുക്ക് പലിശയില്ലാതെ എന്ന് പറയാൻ ഇന്നത്തെ കാലത്ത് എല്ലാവരും ആത്മാഭിമാനം അത് ഇതെന്ന് പറഞ്ഞ് ഡിപ്പെൻഡ് ആവില്ല. പക്ഷെ അങ്ങനെ ഡിപ്പെൻഡ് ആവണം. അന്ന് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഡിപ്പെൻഡ് ആകും. അപ്പോൾ ആ ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ വരാം. എങ്ങനെയാണ് നമ്മൾക്ക് മൂലധനം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എങ്ങനെയാണ് ചെലവുകൾ കടമില്ലാതെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ് മുമ്പോട്ട് പോകണം എന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. പക്ഷേ ഈ എപ്പിസോഡ് ഇപ്പം മേരി പറഞ്ഞ ബിസിനസ്സിൽ നിങ്ങൾക്ക് ചെറിയ കുട്ടികളിൽ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു സേ ടു ദി ചിൽഡ്രൻ? If you want to buy more food, you have to make money. So if you're making money, you have to think about others and think about yourself. So okay. അപ്പം നിങ്ങൾ പറയില്ലേ, അഭിപ്രായങ്ങൾ പറയില്ലേ, എന്താ ഞങ്ങൾ പോരായ്മകളുണ്ടെങ്കിൽ അത് പറയില്ലേ? സോ അടുത്ത എപ്പിസോഡിൽ തീരുന്നവരെ ഓക്കെ, താങ്ക് യു.